നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നവരാണ് ഭഗവാനെ തൊഴാനായിട്ടും. ഓരോരുത്തർക്കും അവരവരുടെ വീടിനടുത്ത് പല ക്ഷേത്രങ്ങളുണ്ടായിരിക്കും, മഹാക്ഷേത്രങ്ങളുണ്ടായിരിക്കും, കുട്ടിയമ്പലങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും പോകുന്നവരായിരിക്കും. പക്ഷേ ഒരു ക്ഷേത്രത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണോ നമ്മളെല്ലാവരും പോകുന്നത്? ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും കേട്ടോ, ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടുത്തെ പ്രത്യേകതകൾ എന്താണ്, എങ്ങനെയാണ് അവിടെ തൊഴേണ്ടതെന്നൊക്കെ. പക്ഷെ ഭൂരിഭാഗം പേർക്കും അതൊന്നും അറിയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് ഒരു ക്ഷേത്രം, എന്താണ് ഒരു ക്ഷേത്രത്തിൻ്റെ നിർവചനം. നമ്മളെല്ലാ ദിവസവും വീട്ടിലെ പൂജാമുറിയിൽ ഭഗവാനെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. എന്നാലും അങ്ങനെ പ്രാർത്ഥിച്ചാലും ഒന്ന് ഗുരുവായൂർക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷം തോന്നും. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരാം, അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് വരാം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകുമ്പോൾ ഒരു സന്തോഷമാണ്, ഒരു പ്രത്യേക എനർജി ഫീൽ ചെയ്യും. ഈ എനർജി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഈ എനർജി തന്നെയാണല്ലോ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴുള്ള ഒരു പ്രത്യേകത. അപ്പോൾ ക്ഷേത്രത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്, എന്തൊക്കെയോ പ്രാധാന്യമുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാനായിട്ട് ഈ ക്ഷേത്രത്തിന് കഴിവുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. പ്രധാനമായിട്ടും എന്താണ് ക്ഷേത്രം, എങ്ങനെയാണ് അതിൻ്റെ ഘടന വരുന്നത്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് ലഘുവായിട്ടൊന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയാം. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഓടക്കുഴൽ ഊതി നിൽക്കുന്ന മുരളീധരനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. രണ്ട് കുഞ്ഞിക്കാലുകളും പിണച്ചു വെച്ചുകൊണ്ട് പൊന്നോടക്കുഴലി കയ്യിലെടുത്തിട്ട് വേണുഗാനം പൊഴിക്കുക നമ്മുടെ ഭഗവാൻ. അപ്പോൾ നമ്മുടെ ഭഗവാനെ നമുക്കൊന്ന് കണ്ടാലോ, നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് കണ്ടാലോ. എല്ലാവരും പതിയെ കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ മനസ്സിൽ ഒരു പൂജാമുറി, നമ്മുടെ മനസ്സിലെ പൂജാമുറിയിലാണ് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണോ ഭഗവാനെ കാണുന്നത്, ആ ഭഗവാൻ നമ്മുടെ മനസ്സിൻ്റെ പൂജാമുറിയിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ പതിയെ ആ പൂജാമുറിയുടെ വാതിലൊന്ന് തുറക്കുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ഓടക്കുഴൽ ഊതിക്കൊണ്ട് സന്തോഷപൂർവ്വം നമ്മുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ ഉണ്ണിക്കണ്ണനെ കുളിപ്പിക്കുന്നു, ഉണ്ണിക്കണ്ണന് ഭക്ഷണം കൊടുക്കുന്നു, ഉണ്ണിക്കണ്ണനെ അലങ്കരിക്കണം, നല്ല ഭംഗിയായിട്ട് പട്ട കുടിപ്പിക്കുന്നുണ്ട്, മാലകളൊക്കെ ചാർത്തി കൊടുക്കുന്നുണ്ട്. അരയിൽ കിങ്ങിണി കെട്ടുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഈ കിങ്ങിണി വേണ്ടമ്മേ, വേറെ കിങ്ങിണി കെട്ടിത്തരൂ എന്ന് പറയുന്നുണ്ട്. സന്തോഷപൂർവ്വം നമ്മളത് മാറ്റിയിട്ട് വേറൊരെണ്ണം ഭഗവാൻ അരയിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. നെറുകയിലെ പീലി തിരികെ കൊടുക്കുന്ന സമയത്ത് ഒരെണ്ണല്ലാട്ടോ, ഇന്നെനിക്ക് 3 പീലികൾ വേണം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വാശി പിടിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഒരു നോട്ടം ഭഗവാനെ നോക്കുന്നുണ്ടെങ്കിലും അത് സ്നേഹത്തോടെയുള്ള നോട്ടാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നല്ല ചന്തത്തിലെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ നമ്മൾ അലങ്കരിച്ചിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഉണ്ണി നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ കവിളിൽ ഒരു ഉമ്മ തരുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കി നോക്കൂ. എത്ര സുന്ദരമായിട്ടുള്ള ഒരു അനുഭവമാണെന്നൊന്ന് നോക്കി. അതേ അനുഭവമാണ് ശ്രീലകത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് തോന്നുന്നത്. നമുക്ക് തോന്നേണ്ടതും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഓരോരുത്തരും ഭഗവാനെ പോയിട്ട് പുണരുന്നത് പോലെ, ഭഗവാൻ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളെ എല്ലാവരെയും വന്നിട്ട് പുണരുന്നത് പോലെ അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. അത്രയും അടുപ്പം നമുക്ക് നമ്മുടെ ഉണ്ണിയോട് ഉണ്ടാകണം, എന്തും പറയാനായിട്ട്, എന്തും ഉണ്ണിയുടെ അടുത്ത് പങ്കുവെക്കാനായിട്ട്. അപ്പം എല്ലാത്തിൻ്റെയും പരിഹാരവുമായിട്ട് സ്നേഹത്തോടെ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. അതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ, അതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. എത്രത്തോളം സ്നേഹിക്കുന്നോ ഭഗവാനെ, അതിൻ്റെ ആയിരത്തിലേറെ ഇരട്ടിയായിട്ട് ഭഗവാൻ നമ്മളെയൊക്കെ തിരിച്ച് സ്നേഹിക്കും. അത്രയും ഭക്തരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഉണ്ണിക്കണ്ണനാണ് കേട്ടോ. അപ്പോൾ ഓടക്കുഴൽ ഊതിക്കൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത്, നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട്, നമ്മളെല്ലാവരെയും ആനന്ദത്തിലെ ആറടിക്കാനായിട്ട്. ആ ഗുരുവായൂരപ്പനായിട്ടായിരുന്നു, മുരളീധരനായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഉണ്ണിക്കണ്ണനായിട്ടുള്ള ഭഗവാൻ എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് ക്ഷേത്രത്തെക്കുറിച്ച് പറയാം കേട്ടോ. ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിനൊരു നിർവചനം നോക്കാം. പലയിടത്തും പല രീതിയിൽ പറയുന്നുണ്ട്. ക്ഷതത്തെ ഇല്ലാതാക്കുന്നത് എന്തോ, ക്ഷയത്തെ ഇല്ലാതാക്കുന്നത് എന്തോ, അതാണ് ക്ഷേത്രം എന്ന് പറയുന്നുണ്ട്. അതായത് ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, വ്യഥകൾ, ഇതിനെല്ലാം ഇല്ലാതാക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം എന്ന് പറയാറുണ്ട്. പിന്നെ ക്ഷേത്ര എന്നുള്ള വാക്കിനെ, സംസ്കൃത വാക്കിൻ്റെ ആ പദത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത് ശരീരം എന്നാണ്.
അതേപോലെ തന്നെ സ്ഥലം എന്നുള്ള അർത്ഥത്തോട് കൂടിയിട്ടും പല ഗ്രന്ഥങ്ങളിലും കാണാറുണ്ട് കേട്ടോ. അതായത് ഭഗവാനെ ഒരു ദൈവിക രൂപം നൽകി, ശരീരം നൽകിയിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇപ്പോൾ ഇത് വലിയ വലിയ രീതിയിലൊക്കെ ഡെഫിനേഷനൊക്കെ പറയുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളാണ്. വളരെ ലളിതമായിട്ട് നമുക്ക് എങ്ങനെ ക്ഷേത്രത്തെ മനസ്സിലാക്കാമെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ക്ഷേത്രം, അതിനെ നമ്മുടെ ഒരു ഗൃഹമായിട്ട്, നമ്മുടെ വീടായിട്ടൊന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യുക. ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ, അതൊരു വശമാണ്. എന്നാലും നമുക്ക് മനസ്സിലാകാനായിട്ട് ചെറിയൊരു കമ്പാരിസൺ അങ്ങനെ വിചാരിക്കാം. നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്, നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ വീടാണ്. അതേപോലെ തന്നെ ഭഗവാൻ താമസിക്കുന്ന സ്ഥലം, അത് ഭഗവാന്റെ വീടാണ്. ആ സങ്കല്പത്തിലെടുക്കുക. അപ്പോൾ ഭഗവാന്റെ വീടാണ് അല്ലെങ്കിൽ ഭഗവാന്റെ വാസസ്ഥലമാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ താമസിക്കുന്ന വീടാണ്, അവിടേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ സാമാന്യം നമ്മൾ ചെയ്യേണ്ട കുറച്ച് മര്യാദകളുണ്ട്, പാലിക്കേണ്ട കുറച്ച് കടമകളൊക്കെ ഉണ്ട്, കുറേ ചിട്ടകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും. ഉദാഹരണത്തിന് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലോ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോ ഏതെങ്കിലും പരിചയക്കാരുടെ വീട്ടിലേക്കോ കയറി ചെന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ചെന്ന ഉടനെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ചെരുപ്പ് പുറത്ത് ഊരിട്ട് എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക, ഓടിച്ചെന്ന് എല്ലാ മുറിയിലും പോയിട്ട് തിരഞ്ഞു നോക്കുക, അവിടെ പോയിട്ട് ചാടി കയറിയിരിക്കുക, അടുക്കളയിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. അതാരും ചെയ്യില്ല കേട്ടോ. ഒരു ഉദാഹരണത്തിന് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയണേ. അവരോട് ചെല്ലും, അവിടെ നിന്നിരിക്കും, ആദ്യത്തെ മര്യാദകളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇരിക്കുമെന്ന് പറയും, കുടിക്കാൻ ചായയോ കാപ്പിയോ തരും, നമ്മളത് കുടിക്കും. പിന്നെ വിശേഷങ്ങളൊക്കെ പറയും, നമ്മളൊരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യാം. പിന്നെ ഇപ്പോൾ പുതിയ വീടുകളൊക്കെയാണ് അല്ലെങ്കിൽ കുറേ നാളുകളൊക്കെ ആയിട്ടാണെങ്കിൽ ആ വീടൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് അവിടുത്തെ ഗൃഹനാഥരെ അല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും വീട്ടിൽ ആരെങ്കിലും ഒക്കെ നമ്മൾ കൊണ്ടുപോകും. ഇതാണ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരും. അല്ലാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് എല്ലാ റൂമിലും പോയി കയറി അവിടെ കട്ടിലുമ ചാടി കയറി തോന്നിയ പോലെ ലൈറ്റ് ഇട്ടു അവിടെ ഓരോന്നൊക്കെ വെച്ച് തേച്ചു അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ലല്ലോ. അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. പിന്നെ ഓരോരോ രീതികളുണ്ട് അതൊക്കെ ചെയ്യാനായിട്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവിടെയുള്ള ആൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എല്ലാവരും ചെയ്യുള്ളൂ. അതാണ് മര്യാദ എന്ന് പറയുന്നത്. ഇതിന് വിപരീതമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ഉടമസ്ഥന് അത് ഇഷ്ടാവുമോ? ഒരിക്കലും ഇഷ്ടാകില്ല. അതേപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം, ആ ക്ഷേത്രത്തിലിരിക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി ആരാണോ അവിടുത്തെ മൂർത്തി അവരുടെ വീടായിട്ടാണ് പറയുക. അത് വളരെ ചിട്ടയോട് കൂടിയിട്ട് അവിടെ എങ്ങനെയാണോ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് അത് പ്രകാരം തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ വീടുകളുണ്ട്. ഇപ്പോൾ നാഗങ്ങൾക്കാണെങ്കിലും അവരുടെ കാവ് എന്ന് പറയുന്നത് അത് അവരുടെ വീടാണ്. നമ്മൾ ഒരു കാരണവശാലും നമുക്ക് തോന്നിയതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല മിഠായി കിട്ടും അവരുടെ കയ്യിൽ നിന്ന്. അങ്ങനെയും കൂടെ വേണമല്ലോ പറയാനായിട്ട്. അപ്പോഴേ എല്ലാവർക്കും മനസ്സിലാകുള്ളൂ. അപ്പോൾ ഒരു ക്ഷേത്രമാകുമ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം എന്താണ് ക്ഷേത്രം എന്ന് നമുക്കൊന്നും കൂടെ ഒന്ന് കേട്ടു നോക്കാം കേട്ടോ. ഒരു ക്ഷേത്രത്തിനെ ഭഗവാന്റെ ശരീരമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് ക്ഷേത്രത്തിലുള്ള ഓരോ ഭാഗങ്ങളെന്ന് പറയാം. അതായത് ശ്രീകോവില്, അതേപോലെ തന്നെ ചുറ്റമ്പലം, നാലമ്പലം, പ്രദക്ഷിണ വഴി, അങ്ങനെ ഓരോന്നും ഭഗവാന്റെ ശരീരഭാഗങ്ങളാണെന്ന് പറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഭഗവാന്റെ നട്ടെല്ല്. ഒരു ക്ഷേത്രത്തിൻ്റെ കൊടിമരം അത് ഭഗവാന്റെ നട്ടെല്ലാണെന്നാണ് പറയുക. കൊടിമരത്തിൻ്റെ കയറ് അതിലൂടെ പോകുന്ന നാഡികളാണെന്നാണ് പറയുക. അപ്പോൾ ഈ കൊടിമരം ഇങ്ങനെ ചെരിച്ചു വെക്കുകയെന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ ആ മുകളറ്റം ശ്രീകോവിലിനകത്താണ് വരിക, ഗർഭഗൃഹത്തിലാണ് വരിക. അവിടെയാണ് ഭഗവാന്റെ ശിരസ് ഇരിക്കുന്നത്. ആ മേൽക്കൂര ഉൾപ്പെടുന്ന ഭാഗം ഭഗവാന്റെ ശിരസ്സാണ്. അതിൻ്റെ മുകളിലുള്ള മകുടങ്ങൾ ഭഗവാന്റെ കുടുമയാണ്. അതേപോലെ തന്നെ അതിൻ്റെ അറ്റം, അതായത് കൊടിമരത്തിൻ്റെ അറ്റം പാദങ്ങൾ ഇരിക്കുക നമ്മുടെ ഗോപുരത്തിലാണ് ഇരിക്കുക. അവിടെയാണ് ഭഗവാന്റെ പാദങ്ങൾ വരുന്നത്. അപ്പോൾ ഭഗവാന്റെ ശരീരത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നതെന്ന് അർത്ഥം. അപ്പോൾ വാതിൽമാടം കടന്നു പോകുമ്പോൾ തിക്ക് തിരക്കും കൂട്ടുക, ബഹളം വെക്കുക, അതുപോലെ തന്നെ എന്താ പറയുക, വഴക്ക് പറയുക, ഇതൊന്നും ആ സമയത്ത് ചെയ്യാനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് ക്ഷേത്രത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വിശേഷവും ഒരാളും പറയരുതെന്നാണ് പറയുക. അതായത് ഇപ്പോൾ മകള് പ്രസവിക്കാൻ കൊണ്ടുപോയ കാര്യം, അല്ലെങ്കിൽ പൂച്ച പ്രസവിച്ച കാര്യം, പശു പ്രസവിച്ച കാര്യം, അങ്ങനെയുള്ള കുടുംബത്തിലുള്ള പലതരത്തിലുള്ള വിശേഷങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. മകൻ്റെ കല്യാണക്കാര്യം, അല്ലെങ്കിൽ കല്യാണം നടന്നിട്ടില്ല, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ടായിരിക്കും. ഇതൊന്നും പറയരുത്, നാമം ജപിച്ചുകൊണ്ട് വേണം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ടെന്ന് പറയും. എത്ര പേര് അത് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ?
വളരെ വിരളമായിട്ടുള്ളവർ അത് ചെയ്യുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് പോകുകയാണ്. ക്ഷേത്രത്തിൻ്റെ ആ ഒരു പടിവാതിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെക്കുറിച്ച് മാത്രമായിരിക്കണം ചിന്തിക്കേണ്ടത്. പലരും കണ്ടിട്ടുണ്ടായിരിക്കും ലഹളയൊക്കെ കൂടുന്നത്, പ്രത്യേകിച്ച് ക്യൂവിലൊക്കെയാണ് കാണുക. അത് ചിലപ്പോൾ കുറേ നേരം കാത്തു നിന്നത് കൊണ്ടായിരിക്കും. പക്ഷെ ആ കാത്തുനിൽപ്പ് പോലും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ യാതൊരുവിധ മടുപ്പും ഒരാൾക്കും ഉണ്ടായിരിക്കില്ല. അപ്പോൾ തിക്കും തിരക്ക് കൂട്ടാതിരിക്കുക. പ്രത്യേകിച്ച് ദീപാരാധന സമയത്തൊക്കെ കയറുന്നവർ തനിക്ക് മുമ്പിൽ നിൽക്കണം എന്നുള്ളത് പറഞ്ഞിട്ട് തിരക്ക് കൂട്ടാതിരിക്കുക. അതേപോലെ തന്നെ വഴക്കിടാതിരിക്കുക. ഇതൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് പ്രദക്ഷിണ വഴിയിലൂടെ നടക്കൂ എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. കാരണം എന്താ, ഭഗവാൻ മാത്രമല്ല, ഭഗവാന്റെ സപരിവാരങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ഒരു മഹാക്ഷേത്രമാണ്, ഭഗവാന്റെ എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും നടക്കാനോ ഇരിക്കാനോ ഓടാനോ ഒന്നും പാടില്ല. എല്ലായിടത്തും ഭഗവാന്റെ കൂട്ടുകാരെ, ഭഗവാന്റെ പരിവാരങ്ങൾ ഉണ്ട് എന്നുള്ള സങ്കല്പത്തിൽ വേണം നമ്മൾ നടക്കാനായിട്ട്. പക്ഷെ ചെറിയ കുട്ടികളൊക്കെ ഓടിച്ചാടി നടക്കുന്നതൊക്കെ കാണാം കേട്ടോ. അവരെ ഒരാളും വഴക്കിടാനായിട്ട് പോകരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ ഭഗവാൻ കളിക്കാനുണ്ടായിരിക്കും. അത്ര നല്ല മിടുക്കനാണ് ഈ കൂട്ടുകാരുടെ കൂടെ കളിക്കാനായിട്ട്. അതുകൊണ്ട് കുട്ടികളൊക്കെ നന്നായി സന്തോഷത്തോട് കൂടിയിട്ട് ഓടിച്ചാടി നടന്നോട്ടെ. അങ്ങനെ തന്നെ എല്ലാവരും പറയാൻ, അത് കുട്ടികളല്ലേ, അവർ നടക്കട്ടെ, അവർ സന്തോഷമായിട്ട് നടക്കട്ടെ എന്നാ പറയാ. പക്ഷെ മുതിർന്നവരായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ട്, അവിടെ എല്ലായിടത്തും ഓരോരോ ആളുകളുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ അവരെ ആരും ബുദ്ധിമുട്ടിക്കാതെ വേണം, അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ വേണം നമ്മൾ നടന്നുകൊണ്ട് പോകാനായിട്ട്. പിന്നെ ചെയ്യേണ്ടത്, ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ബലിക്കല്ലുകളെ തൊഴാനൊന്നും പാടില്ല. അറിയാതെ തന്നെ സ്പർശിച്ചു കഴിഞ്ഞാൽ പിന്നെയും തൊട്ടടുത്ത് നെറിയിൽ വെക്കുക അല്ലെങ്കിൽ തലയിൽ വെക്കുക, അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കുളിച്ച് ശുദ്ധമായിട്ട് അലക്കി ഉണക്കിയ വസ്ത്രം ധരിച്ച് വേണം പോകാനായിട്ടെന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധികൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് പറയണത്. പിന്നെ പീരീഡ്സ് ആയ സ്ത്രീകളാണെങ്കിൽ 7 ദിവസം കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. പല ക്ഷേത്രങ്ങളിൽ പല രീതിയിലാണ് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഗർഭിണികൾ 7 മാസം കഴിഞ്ഞാലായിട്ട് പോകാൻ പാടില്ല. പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയുടെ ചോറൂണിനായിട്ടാണ് പോകേണ്ടത്. കുട്ടിയെ ചോറൂണിന് അന്നാണ് ഭഗവാനെ കാണിക്കേണ്ടത്. വിവാഹം കഴിഞ്ഞവര്, മാലയണിയിച്ചവര് പിന്നെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാവരും പാലിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്നാലും അതൊരു ഓർമ്മപ്പെടുത്തലും കൂടിയിട്ടാണ്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് എല്ലാവരും ഒന്നും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്നും കൂടിയൊക്കെ ഒന്ന് നമ്മുടെ ഓർമ്മയിൽ വരുത്താം. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ എത്രത്തോളം പവിത്രമായിട്ട്, എത്രത്തോളം ശുദ്ധമായിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമോ അതേപോലെ വേണം ചെയ്യാനായിട്ട്. കാരണം ഇപ്പോൾ ഒരു മഹാക്ഷേത്രം ആകുമ്പോൾ ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ കുട്ടി അമ്പലങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാലും അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് എത്രത്തോളം ശ്രദ്ധ കൊടുക്കാൻ പറ്റും, അതായത് അതിനെ സംരക്ഷിക്കുക. ആ ഒരു ക്ഷേത്രത്തെ സംരക്ഷണം, അതിൻ്റെ സംരക്ഷണവും കൂടെ നമ്മുടെ ചുമതലയാണ്, ഓരോ ഭക്തൻ്റെയും ചുമതലയാണ്. അതായത് വൃത്തികേടാകാതിരിക്കുക, നമ്മളതിനെ സംരക്ഷിക്കുക എന്നതിലുപരി അതിനെ മോശപ്പെടുത്താതിരിക്കുക. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ പോകുന്ന സമയത്ത് കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് പ്രസാദൂട്ടിനായിട്ട് വരി നിൽക്കുമല്ലോ, ക്യൂ നിൽക്കുമല്ലോ, കുളത്തിൻ്റെ മുകളിലായിട്ടുള്ള ഭാഗം, അവിടെ നിറയെ കലാപരിപാടികളാണ്. പലരും അവിടെ കുത്തി വരച്ചിട്ടുണ്ടായിരിക്കും. അവിടെ മുകളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനിയാണ് കാണുക. അത് വായിച്ചു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാനായിട്ട് തോന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഭക്തർ തന്നെയല്ലേ ഈ വരുന്നത്. കുറുമ്പന്മാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുട്ടികൾ, പക്ഷെ മുതിർന്നവരും, കാരണം ഉയരത്തിലൊക്കെ ആയിരിക്കും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് മുതിർന്നവരിൽ ഉണ്ടാകും. ഓരോരോ കാര്യങ്ങൾ, പേര് അങ്ങനെയൊക്കെ കുത്തി വരച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ചന്ദനം കൊടുക്കുന്ന ഭാഗത്തന്നെ നോക്കുക. അതിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല കേട്ടോ, ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലാണെങ്കിലും ഒരു കണ്ണാടി ഉണ്ടാകും നോക്കാനായിട്ട് മുഖം. അതിന് ചുറ്റും ചന്ദനമൊക്കെ വാരി തേച്ചിട്ടുണ്ടായിരിക്കും. അധികം വന്നത് എന്തിനാ അവിടെ തേക്കുന്നത്? നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അവിടെയുള്ള ആർക്കെങ്കിലും കൊടുക്കാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ഒരു അഭംഗി വരിക ചെയ്യുന്നത്. അതിന് നമ്മൾ വൃത്തികേടാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും സംരക്ഷിക്കേണ്ട ഒന്നാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അത് ഓരോ ഭക്തൻ്റെയും കടമ കൂടെ ആണ് കേട്ടോ. പിന്നെ ചില ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായിട്ട് ടിക്കറ്റ് സംവിധാനങ്ങളൊക്കെ ചിലപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. കേരളത്തിന് പുറത്താണ് അങ്ങനെയൊക്കെ കൂടുതലായിട്ട് കാണുക കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത്, വളരെ പണ്ട് കാലത്ത് ചിലപ്പോൾ ആ ക്ഷേത്രത്തിലുള്ള കാര്യങ്ങളൊന്നും ശരിയാവണ്ണം നടക്കുന്നുണ്ടായിരുന്നിരിക്കില്ല, പണത്തിൻ്റെ കുറവ് കൊണ്ട്. അപ്പം അന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള പല സംവിധാനങ്ങളായിരിക്കാം ഇന്നും അതുപോലെ തുടർന്നുകൊണ്ട് പോകുന്നുണ്ടായിരിക്കും. എന്നിരുന്നാലും ക്ഷേത്രത്തിൻ്റെ പുരോഗതിയായിട്ട് അങ്ങനെ ചെറിയ രീതിയിലുള്ള ടിക്കറ്റ് അങ്ങനെ വെക്കുന്നത് അതിലൊന്നും വിരോധമല്ല കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് നമ്മുടേതായിട്ട് നമുക്കത് കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട്, അതായത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാതായി പോകുന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട്
അവിടെയുള്ള ചൈതന്യത്തെ പുതുതായിട്ട് അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കാനായിട്ട് ഭക്തർക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവനകളായിട്ട് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ നല്ലതാണ്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവരെന്ത് ചെയ്തു, ശരിയായിട്ട് വിനിയോഗിച്ചോ, അങ്ങനെയൊന്നും ചിന്തിക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുക. പ്രത്യേകിച്ച് ഒരു കാര്യം ദാനം ചെയ്തു കഴിഞ്ഞാലേ അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം മനസ്സുകൊണ്ട് ആ വ്യക്തി ദാനം ചെയ്തിട്ടില്ല എന്നാണ് അതിന്ന് അർത്ഥമാക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പം എന്ത് തന്നെയാണെങ്കിലും നമ്മളെ കൊണ്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കുക. പ്രത്യേകിച്ച് ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോകാതെ അവിടേക്ക് ഇപ്പോൾ ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിലേക്കാണെങ്കിലും, ഗുരുവായൂർ മഹാക്ഷേത്രം ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് തരുന്നുണ്ട് ഇവിടെ. പക്ഷെ ഒരു കുട്ടി അമ്പലത്തിൽ നിന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ പരിസരത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു ക്ഷേത്രമാണെന്ന് വിചാരിക്കാം. അവിടേക്ക് വളരെ കുറച്ച് പേര് ചിലപ്പോൾ തൊഴാനായിട്ട് പോകുന്നുണ്ടായിരിക്കുള്ളൂ. അവിടുത്തെ കാര്യങ്ങൾക്ക് ഓരോരോ ദിവസങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവിടെ ലഭിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഭക്തർ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ വിളക്ക് വെക്കാനുള്ള നെയ്യോ എണ്ണയോ പുഷ്പങ്ങളോ അങ്ങനെ കർപ്പൂരോ തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ എത്ര നല്ല കാര്യമായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ഒരു ക്ഷേത്രത്തിലെ ഭഗവാനെ തൊഴുന്ന സമയത്ത്, ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാന്റെ ബിംബം, അതായത് അവിടുത്തെ ദേവന്റെ സൂക്ഷ്മ ശരീരമാണെന്നും പ്രസാദം സ്ഥൂല ശരീരമാണെന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ അവിടുത്തെ പ്രസാദത്തിനും നൽകണം. പ്രസാദത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ ഒരുപാട് തവണ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രസാദം സേവിക്കുമ്പോൾ, പ്രത്യേകിച്ച് തീർത്ഥമൊക്കെ സേവിക്കുമ്പോൾ ഒരു തുള്ളിയെ നമ്മളത് സേവിക്കേണ്ടതായിട്ട് ആവശ്യമുള്ളൂ. നമ്മുടെ ആ ശരീരത്തിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ആ ഒരു തുള്ളി അത്രയേ വേണ്ടൂ. നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സേവിക്കുമ്പോഴും കൈകൾ ഇങ്ങനെ കുമ്പിൾ പോലെ കുത്തിയിട്ട് അത് ചുണ്ടിൽ തൊടാതെ നാക്കിൽ തട്ടുന്ന രീതിയിൽ വേണം തീർത്ഥം സേവിക്കാനെന്ന് പറയാറുണ്ട് കേട്ടോ. അത് അത്രയും ശുദ്ധമായ രീതിയിൽ തന്നെ നമ്മളിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ചുണ്ടിൽ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധാകുന്നതാണ് പറയാറുള്ളത്. അതേപോലെ തന്നെ ബാക്കിയുള്ളത് നെറുകിൽ തെളിക്കാം. പിന്നെ അതിൻ്റെ കൂടെ പൂക്കൾ, അർച്ചന പുഷ്പങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെവിയിലോ അല്ലെങ്കിൽ മുടിയിലോ ആണ് തിരികെ വെക്കാറുള്ളത്, ചൂടാറുള്ളത്. പിന്നെ പ്രസാദം ചന്ദനമൊക്കെ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നെറ്റിയിലൊക്കെ തൊടാം. ഇങ്ങനെയൊക്കെയാണ് പൊതുവായിട്ട് പറയാറുള്ളത് കേട്ടോ. പിന്നെ ഭഗവാനെ തൊഴുന്ന സമയത്ത് കൈകൾ ഇങ്ങനെ താമരമുട്ട് പോലെ കൂപ്പിയിട്ട് വേണം തൊഴാനായിട്ടെന്ന് പറയാറുണ്ട്. അതായത് വിരലുകളുടെ അഗ്രഭാഗം മുട്ടിയിട്ട് വേണം ഇരിക്കാൻ. ഈ കൈപ്പഴ തമ്മിൽ മുട്ടരുത്. അപ്പോൾ പിന്നെ താമരമുട്ട് പോലെ വേണമല്ലോ, അത് ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് വേണം തൊഴാനായിട്ടെന്ന് പറയാറുണ്ട്. അതല്ലാതെ ശിരസിന് മുകളിലായിട്ട് കൂപ്പിയിട്ടും തൊഴാറുണ്ട്. രണ്ട് രീതിയിൽ വേണമെങ്കിലും തൊഴാം. ഇതിലും കൂടുതൽ പേരും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഹൃദയമാകുന്ന താമരപ്പൂ ഭഗവാനെ സമർപ്പിക്കുക, അങ്ങനെ ഒരു സങ്കല്പം കൂടെ അതിന് പറയാറുണ്ട്. നമ്മൾ പൂർണ്ണമായിട്ട് ഭഗവാനെ സമർപ്പിക്കുക, അങ്ങനെ വിചാരിച്ചിട്ട് തൊഴുതാൽ മതി. പിന്നെ എന്താ ചെയ്യണ്ടേ? തൊഴുത് കഴിഞ്ഞിട്ട് നമസ്കരിക്കണം, പ്രദക്ഷിണം ചെയ്യണം. ആ പ്രദക്ഷിണ വഴിയിലൂടെ എത്രത്തോളം പ്രദക്ഷിണം ചെയ്യണോ അത്രത്തോളം നല്ലതാണ്. അത് മുൻപ് പലതവണ പറഞ്ഞതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല കേട്ടോ. പക്ഷെ നമസ്കരിക്കുക, അത് പിന്നെയും ആവർത്തിച്ച് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ നമസ്കരിക്കുമ്പോഴും നമ്മുടെ അഹങ്കാരത്തിന് നമ്മളെ പൂർണ്ണമായിട്ടും ഭഗവാനെ സമർപ്പിക്കുക. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഞാനെന്നുള്ള ഭാവമുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാന്റെ കാൽക്കൽ നമ്മൾ കൊണ്ടുവയ്ക്കുകയാണ്. ഇതൊന്നും വരുത്താതെ നോക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമസ്കാരവും പ്രദക്ഷിണവും ഏതൊരു ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിലും അവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ വൈഷ്ണവ ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശിവക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ തൊഴേണ്ട രീതികളൊക്കെ ഉണ്ട്. പൂർണ്ണമായിട്ടുള്ള പ്രദക്ഷിണം പാടില്ല എന്നൊക്കെ ഞാൻ മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നാലും കൂടുതലായിട്ടും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച്. എന്താണ് ഒരു ക്ഷേത്രം, എങ്ങനെയാണ് അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ പെരുമാറേണ്ടത്, എങ്ങനെയാണ് അവിടുത്തെ ചിട്ടവട്ടങ്ങൾ, എങ്ങനെയാണ് അവിടെ തൊഴേണ്ട രീതികൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തൊഴുകയാണെങ്കിൽ, അവിടുത്തെ ആരാധനാമൂർത്തികളെ മനസ്സിലാക്കിയിട്ട് തൊഴുകയാണെങ്കിൽ അത് വളരെ നല്ല ഒരു ഫലമായിരിക്കും. വളരെ നല്ല സന്തോഷം നൽകുന്ന, മനസ്സിനുണ്ടാകുന്ന ഒരു എനർജി ഉണ്ടാവുമല്ലോ, അത് വളരെ നല്ല രീതിയിലായിരിക്കും നമ്മളിലേക്ക് എത്തുന്നത്. പിന്നെ ഒരു വീട് അല്ലെങ്കിൽ ഒരു ക്ഷേത്രം, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴേ നമ്മുടെ വീട്ടിൽ നമ്മുടെ പൂജാമുറിയിൽ ഒരു എനർജി ഉണ്ടായിരിക്കും. അതിനേക്കാളൊക്കെ ഒരുപാട് ഇരട്ടി എനർജിയാണ് ഒരു ക്ഷേത്രത്തിൽ നിന്ന് നമ്മളിലേക്ക് എത്തുക. അതാണ് ആ ഊർജ്ജം ഉണ്ടല്ലോ, ആ ഊർജ്ജത്തിന് വളരെ ഏറിയ ഊർജ്ജമാണ്, അത് വളരെ കൂടിയ ഊർജ്ജമാണ് ഒരു ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം. കാരണം മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് എല്ലാം ശുദ്ധമായ രീതിയിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഉണ്ടാകുന്ന എനർജി ഉണ്ടല്ലോ, അതും അത്രയും വലുതായിരിക്കും. അതാണ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പൂജാമുറിയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അതിൽ നിന്ന് ലഭിക്കുന്ന എനർജി, ഊർജം, അത് വളരെ വലുതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ തൊട്ടടുത്തും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പുരോഗമിച്ചിട്ടില്ലെങ്കിൽ, നവീകരിച്ചിട്ടില്ലെങ്കിൽ പഴയ ആ ഒരു പ്രതാപമൊന്നൊക്കെ വീണ്ടെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം.
അവിടേക്ക് കൊടുക്കുമ്പോൾ അതൊരു സമൂഹ സേവയാണ് എന്നുള്ള ഒരു ചിന്തയിൽ കൊടുക്കുക. കാരണം സമൂഹ സേവയൊക്കെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മുടേതായിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് അഹങ്കാരം ഉണ്ടാകുക. പളനിക്കൊക്കെ പോകുമ്പോൾ ഭിക്ഷ യാചിച്ചിട്ട് പലരും പോകുന്നത് കാണാം. അങ്ങനെ പലരിൽ നിന്നും ഭിക്ഷ യാചിച്ച് വാങ്ങുന്നത് പോലെ വാങ്ങിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെയാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു ചിന്ത വരില്ല. ഇനിയിപ്പോൾ അല്ലാതെ തന്നെ അങ്ങനെയൊക്കെ ചിന്ത വരാത്തവർക്ക് ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ. എന്തും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടേതല്ല, അതെന്താണെങ്കിലും അവിടെ നടന്നോട്ടെ. പിന്നെ അതേക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ അത് ദാനം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു രീതി വരിക. അപ്പോൾ കഴിയുന്നതും എന്താണ്, ക്ഷേത്രങ്ങളുടെ പുരോഗതിക്കായിട്ട് നമ്മളെല്ലാവരും പ്രവർത്തിക്കേണ്ട ഒരു കാര്യം കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.